ടീച്ചറുടെ ഒരു രാഷ്ട്രീയ പാരമ്പര്യം, പ്രവർത്തന പാരമ്പര്യവും ടീച്ചറുടെ ഒരു സ്നേഹവും കരുതലും ഒക്കെ അനുഭവിച്ചറിയാൻ ഭാഗ്യമുണ്ടായിട്ടുള്ള ഒരാളാണ് ഞാൻ. എനിക്ക് ചെറുപ്പം മുതലേ വളരെയധികം പരിചയമുള്ള ഒരാളാണ് ടീച്ചർ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇവിടെ വന്നതും. കഴിഞ്ഞ 10 വർഷമായിട്ട് നമ്മുടെ നാട്ടിലുണ്ടായിട്ടുള്ള വികസനങ്ങൾ എന്താണെന്ന് നമ്മൾ ഇതിനോടകം തന്നെ കണ്ടു കഴിഞ്ഞതാണ്. ഞാൻ വർക്ക് ചെയ്യുന്ന ഫീൽഡ് സിനിമയാണ്. ഇപ്പൊ കലാസാംസ്കാരിക രംഗത്ത് തന്നെ നമ്മുടെ തളിപ്പറമ്പിൽ തന്നെ ഒരുപാട് വികസനങ്ങൾ വന്നിട്ടുണ്ട്. അതിനൊരു എക്സാമ്പിളാണ് ഹാപ്പിനെസ് സ്ക്വയർ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഇനി ധർമ്മശാലയിൽ ഒരു തിയേറ്റർ കോംപ്ലക്സ് വരാൻ പോകുന്നു എന്ന് പറയുന്നു. അപ്പൊ അങ്ങനെ തളിപ്പറമ്പിൽ മാത്രം ഇത്രയധികം വികസനങ്ങൾ ഉണ്ടായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ ഇതിന്റെ ഒരു തുടർച്ച ഉണ്ടാവാൻ ശ്യാമള ടീച്ചർക്ക് നമ്മൾ വോട്ട് ചെയ്യാന്ന് പറയുന്നത് വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്. ടീച്ചർക്ക് വലിയ ഭൂരിപക്ഷത്തിൽ ഒരു വിജയം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഡിജി ഒന്നല്ല, എന്റെ ബർത്ത്ഡേ ആണ്. എത്ര വയസ്സായി? അത് ആവുമ്പോ പറയാം. നൈറ്റ് ആണ്. കോമഡി ആണോ അതോ കോമഡി മാർച്ച് മാസം ഇത് 2-ാം തീയതി ഇറങ്ങുട്ടോ. ഞങ്ങളെ ഫൈറ്റ് സീനില്ലേ ഞങ്ങളെ തല്ലിക്കൊല്ലുന്നത് 2-ാം തീയതി. ഇലക്ഷനെ കടക്കല്ലേ, തുടർഭരണം തുടങ്ങും. അതറിയില്ല, കാരണം ആളുകളുടെ മൈൻഡ് മാറിക്കൊണ്ടിരിക്കുകയല്ലേ. ജനങ്ങളിലേക്ക് ജനങ്ങൾക്ക് ഇമ്പാക്ട് ചെയ്യാൻ പറ്റിയാല് ചിലപ്പോൾ മേ ബി തുടരുമായിരിക്കാം, അറിയില്ല. എന്തായാലും നല്ല ഭരണം ഉണ്ടാവട്ടെ എന്ന് ഞാൻ വിഷ് ചെയ്യാണ്. അങ്ങനെ ഞാൻ ഡയറക്റ്റ് അങ്ങനെ ആരെയും സപ്പോർട്ട് അങ്ങനെ പബ്ലിക്കായിട്ട് സപ്പോർട്ട് ചെയ്യുന്നില്ല. പക്ഷെ ഞാൻ എപ്പോഴും വിഷ് ചെയ്യുന്നത് നമ്മളൊക്കെ സാധാരണ ആൾക്കാരാണ്, സാധാരണ നാട്ടുമ്പുറത്ത് ജനിച്ചു വളർന്ന ഒരാളാണ് ഞാൻ. നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് എപ്പോഴും ജനങ്ങളുമായിട്ട് കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ ജനങ്ങളുടെ കൂടെ ഒപ്പം നിൽക്കുന്ന പോലത്തെ ആൾക്കാർ വരട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം ആൾക്കാർക്ക് ഭയം തോന്നരുത്. ഇപ്പൊ രാഷ്ട്രീയമാണെങ്കിലും സിനിമയാണെങ്കിലും കലയാണെങ്കിലും സംസ്കാരികമാണെങ്കിലും ആൾക്കാർക്കത് ആസ്വദിക്കാൻ പറ്റണമെങ്കിൽ ആൾക്കാരുമായിട്ട് അടുത്ത് നിൽക്കുന്ന ആരെങ്കിലും ആൾക്കാരായിരിക്കും. നമുക്ക് ഒരിക്കലും അവർ നമ്മുടെ ഇപ്പൊ മന്ത്രിയായാലും അല്ലെങ്കിൽ അതുപോലെ നിൽക്കുന്ന സമൂഹത്തിൽ നിൽക്കുന്ന ആൾക്കാർ നിൽക്കുമ്പോൾ നമുക്ക് അവരുടെ കാര്യമായിട്ട് പോകുമ്പോൾ നമുക്ക് ഭയം തോന്നാതെ നമ്മുടെ കാര്യങ്ങൾ നമുക്ക് ഡയറക്റ്റ് പറയാൻ പറ്റുന്ന പോലെ ആയിരിക്കും. രാഷ്ട്രീയം ഇല്ലാത്ത അല്ലെങ്കിൽ ആൾക്കാരോട് കൂടുതൽ ആൾക്കാരുടെ ഒരു കണക്ഷൻ കീപ്പ് ചെയ്യുന്ന ആൾക്കാർ വരണം എന്നാണ്. ആരായാലും ഏത് പാർട്ടിയാണ്, ഞാൻ ഇന്ന പാർട്ടി എന്ന് പറയുന്നില്ല, ആരായാലും നല്ല ആൾക്കാർ വരട്ടെ എന്നാണ്. കാരണം അയ്യോ ചേച്ചി ഒരുപാട് ഫാൻസ് എന്താ സ്നേഹിക്കുന്ന ഒരുപാട് ചേച്ചിമാർ നമ്മുടെ വയനാട്ടിലുണ്ട്.
എല്ലാവരും കാത്തിരിക്കുകയായിരുന്നു ഇത്രയും നേരമായിട്ട് ചേച്ചിയെ കാണാൻ വേണ്ടിയിട്ടും ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ അത്രയും സ്നേഹമാണ്. എന്തിനോ പേരിട്ട് കാര്യം വിളിക്കുക അവിടെ